ചെയ്യുന്ന ജോലികളെല്ലാം നിയമവിരുദ്ധവും തട്ടിപ്പുമാണെങ്കിൽ അവർ നിയമ സംവിധാനത്തെ ഭയക്കുക തന്നെ ചെയ്യും. അതിന് നേരെ പോകാൻ ധൈര്യം കാണില്ല. അതാണ് റിപ്പോർട്ടർ മുതലാളിമാർക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മുട്ടിൽ മരമുറിയിലെ വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിക്കുമ്പോൾ മടിയിൽ കനമില്ലെങ്കിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ മുങ്ങി. പകരം 2 ദിവസം സമയം നീട്ടി ചോദിച്ച് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുകയായിരുന്നു ചെയ്തത്. നമുക്കറിയാം, റിപ്പോർട്ടർ TV മുതലാളിമാരായ ജോസ് കുട്ടി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരാണ് കേസിലെ പ്രതികളായിട്ടുള്ളത്. ചെറിയ ഒരു നിയമത്തിൻ്റെ ആനുകൂല്യം മുതലാക്കി അതിനെ വളച്ചൊടിച്ച് പൊതുമുതൽ മുഴുവൻ കട്ടെടുത്ത ഈ സഹോദരങ്ങൾ അങ്ങനെ വെട്ടിയെടുത്ത ഈട്ടി മരങ്ങൾ എറണാകുളം ജില്ലയിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുകയായിരുന്നു. അലിയാർ എന്ന മരം വ്യാപാരിക്ക് കൈമാറി അദ്ദേഹത്തെയും പറ്റിച്ചു. രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് കേസ് കൊടുത്തതും കോടതിക്ക് സത്യം ബോധ്യമായതും. അതാണ് അത്രയ്ക്കും വലിയ തെളിവുകളോടെ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി സഹോദരന്മാരെ വിളിപ്പിച്ചത്. ആ കോടതിയുടെ അടുത്തേക്ക് പോകാൻ പോലും ധൈര്യമില്ല. എന്നിട്ടാണ് വലിയ വലിയ അഭിഭാഷകരുടെ സഹായത്തോടെ പണം വാരിയെറിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള പരിപാടി ഇട്ടത്. തങ്ങൾ ചെയ്തത് സത്യമാണെങ്കിൽ, തട്ടിപ്പില്ല എങ്കിൽ അത് വളരെ നന്നായി പറയാൻ കഴിയുന്ന സ്ഥലമാണ് കീഴ്ക്കോടതി. അവിടെ നിന്ന് തന്നെ ഒളിച്ചോടുമ്പോൾ അത് തട്ടിപ്പാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുകയാണ്. മെസ്സിയുടെ പേരും പറഞ്ഞ് കോടികൾ മുക്കിയത് പിടിക്കപ്പെടുന്നതിനിടയിൽ തന്നെ മരം കൊള്ളയിലും കുരുക്ക് മുറുകുകയാണ് ഇവർക്ക്. മെസ്സിയെ കൊണ്ടുവരുന്ന തട്ടിപ്പിലാണെങ്കിൽ റിപ്പോർട്ടർ TV മുതലാളിമാർക്കെതിരെയുള്ള അന്വേഷണത്തിനൊപ്പം തന്നെ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ അർജന്റീന കരാറിലെ നികുതി തട്ടിപ്പിൽ 3 GST ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ അയച്ചതൊക്കെ നമ്മൾ കണ്ടു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ ഈ വലിയ സാമ്പത്തിക ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നതായി GST വകുപ്പ് കണ്ടെത്തി. ഒരു സംശയവുമില്ലാതെ അത് പറഞ്ഞിരിക്കുന്നു. സ്പോൺസർ കൈമാറിയ തുകയുടെ നികുതി ഈടാക്കിയിട്ടില്ല എന്നായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത്. 22 കോടിയോളം രൂപ നികുതിയാണ് അടക്കേണ്ടിയിരുന്നത്. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെങ്കിലും കൂട്ടുകച്ചവടക്കാരായതുകൊണ്ട് നികുതി ഈടാക്കാൻ കർശന നടപടിയൊന്നും എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയിൽ അടക്കമാണ് ഇപ്പോഴത്തെ അന്വേഷണം തകൃതിയായി നടക്കുന്നത്. വലിയ തട്ടിപ്പാണ് ഈ മുതലാളിമാർ പിണറായി വിജയനെ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നത്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നതായി GST വകുപ്പിന്റെ പ്രത്യേക അന്വേഷണം ആദ്യം തന്നെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഇത് വലിയൊരു തട്ടിപ്പിന്റെ തെളിവുകളാണ് ചുരുളഴിയുന്നത്. 2 തവണയായി പണം കൈമാറിയതിൻ്റെ രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞു. അടയ്ക്കാത്തതിനാൽ നികുതിയുടെ 18% പലിശയും 25% പിഴയും അടയ്ക്കേണ്ടി വരും. എങ്കിലും കൈമാറിയ 126 കോടി രൂപ എവിടെയെന്ന് സമാഹരിച്ചു എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. അത് SIT പരിശോധിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റ് റൈറ്റ് വിറ്റാണ് പണം സ്വരൂപിച്ചതെങ്കിൽ അതിനും ഇനി സേവന നികുതി അടയ്ക്കേണ്ടി വരും. ഇത്തരത്തിൽ കൂടുതൽ നികുതി വെട്ടിപ്പ് നടന്നിരിക്കാനുള്ള സാധ്യതകളെല്ലാം SIT മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ നികുതി വെട്ടിപ്പെല്ലാം കണ്ടുപിടിച്ചു. പക്ഷേ സർക്കാർ സഹായിക്കുകയായിരുന്നു. ഉന്നത CPM നേതാവിൻ്റെ ബന്ധുവും തുടർ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുതിയ സംഘത്തിനും രാഷ്ട്രീയ രംഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും റിപ്പോർട്ടർ മുതലാളിമാർ കോടതിയെയും നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്കെല്ലാം പിണറായി വിജയൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോടതി വിളിച്ചിട്ടും പോകാതെ മുങ്ങിയിരിക്കുന്നത്.